ഞാൻ അങ്ങനെ ഒരു കുറെ യൂട്യൂബ് വീഡിയോ ഒക്കെ എടുത്തെങ്കിലും ഇട്ടില്ല. ഇത് ഞാൻ എന്തായാലും ഇടും. 4 ദിവസത്തെ അവധിയുടെ കഥകൾ. രാത്രി എന്ത് കഴിക്കും? ഇപ്പൊ കഴിച്ചല്ലോ ഉള്ളടാ. ഇപ്പൊ ഒരു മട്ടൻ ബിരിയാണി വെട്ടി വിഴിഞ്ഞതാ. ആട്ടുംകുട്ടി ബിരിയാണി. ഇന്നത്തെ ദിവസം നമ്മളൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. ഡേ 1. അതെ, രാത്രിയിൽ ഞങ്ങൾ വടാപ്പാവും പപ്സും കഴിച്ച് നമ്മൾ പപ്സും വടാപ്പാവും കഴിച്ച് അളിയനെ കാണാൻ പോവാണ്. വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതെ, പോകാം എന്ന് വിചാരിക്കുന്നു ഗൈസ്. ഇങ്ങോട്ട് നോക്കടാ. കിടന്ന് ഉറങ്ങി. അങ്ങനെ നമ്മൾ അൽകുദ്ര ഇന്നലെ പോകാന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? കിടന്ന് ഉറങ്ങി. സോ നമ്മൾ ഇന്ന് പോവുകയാണ് ഗായ്സ്. അതെ, ഞങ്ങൾ സാധനം മേടിക്കാനും ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ മേടിച്ചു കഴിക്കാൻ പോകണം ഇവിടെ നിന്ന്. ഓക്കെ ഗായ്സ്, ചിക്കനും മീനും. മീനെന്ന് പറഞ്ഞാൽ സീബ്രീം അല്ല, കാളാഞ്ചിയും പിന്നെ എന്തൊക്കെയോ ഉണ്ട്. നമ്മളങ്ങനെ ഞങ്ങളുടെ ഫുൾ പാക്ക് പിക്നിക്കിന് വേണ്ടിയിട്ടുള്ള യാത്രയിലേക്കാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഫുൾ പാക്ക് ബാർബിക്യൂ ഒക്കെ ചെയ്യാൻ പോകുന്നത്. ദുബായിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട്. ട്രിപ്പ് പോകാൻ ഇറങ്ങിയതാ. നൈസായിട്ട് വഴി വെച്ചിട്ട് വക്കത്തെത്തിയിട്ട് ഫുഡ് കഴിക്കാൻ മുട്ടുന്നു എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയതാണ്. അങ്ങനെ ഇപ്പോൾ വരും ഒരുപാട് ഫുഡുകൾ വരുന്നേക്കാണ്. ഈ പിങ്ക് പാന്തർ എന്തൊക്കെയാണ് കഴിക്കാൻ പോകുന്നതെന്ന്. എന്നിട്ട് ഇവിടെ അവിടെ പോയിട്ട് ചിക്കൻ കഴിക്കത്തില്ല, അതാണ് പ്രശ്നം. അല്ല, അവിടെ പോയിട്ട് ഇനി കഴിക്കണം. 1 കിലോ ചിക്കൻ ഉണ്ട്. സ്ഥലം കിട്ടുമെന്ന് അറിയത്തില്ല സുഹൃത്തുക്കളെ. ഞങ്ങളിവിടെ പെട്രോൾ പമ്പിന് വെളിയിലാണ്. ഞങ്ങളുടെ വണ്ടി തുടങ്ങുന്നു. പിന്നെ ഇതെല്ലാം സെറ്റ് ചെയ്യണം. മുമ്പി ഓക്കെ. ഞങ്ങളുടെ ഇവിടെ ഒരു നഴ്സറി ഒക്കെ ഉണ്ട് കണ്ട. ABCDEF വരെ ഉണ്ട്. ഇവിടെ അതിനകത്തോട്ട് വിട്ടാലോ എന്ന് ആലോചിക്കും. ഓ നാട്ടുകാരെ, ഞങ്ങൾ ഈ ബാർബിക്യൂ ഉണ്ടാക്കാൻ പോയി തിന്നുന്ന വഴിയിൽ വിശന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ ലൈറ്റായിട്ട് മാത്രമേ കഴിച്ചതുള്ളൂ. ഞങ്ങൾ അധികമൊന്നും കഴിക്കുന്നില്ല. അതുകൊണ്ട് ഇത്രയും ഒരു ബർഗർ മാത്രമേ കഴിക്കുന്നുള്ളൂ. ചോദിച്ചു മേടിച്ച സിംഗർ വലുതുണ്ടോ? ചെറുതായിരുന്നു ഞങ്ങൾ പിടിച്ച് തിന്നേ. ഞങ്ങൾ വണ്ടിയുടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾ പോവാം, അത് കഴിഞ്ഞിട്ട് വേഗം പോകണം. പോയാ വീട്ടിൽ ഇത് കണ്ടോ ഗൈസ്? ഞാൻ നോക്കുമ്പോൾ കാറിന്റെ ഉള്ളില് ആ പഴങ്ങളൊക്കെ ഇരിക്കുന്നതായിട്ട് തോന്നുന്നില്ല. വിജയകരമായി നമ്മൾ മീനെങ്ങനെയുണ്ട് പറയും. മീനല്ല, ഇത് ഇച്ചിരി കരിഞ്ഞ പോലൊക്കെ തോന്നുന്നു ഗൈസ്.
കുഴപ്പമില്ല കേട്ടോ. കരിഞ്ഞ ഭാഗമൊക്കെ ഇച്ചിരി ഇളകി കളഞ്ഞാൽ മതി തോന്നുന്നു. അതാ നമ്മളിങ്ങനെ നക്ഷത്രം നോക്കി കിടക്കാണ്. നിറയെ മേഘമുണ്ട്, നിറയെ നക്ഷത്രമുണ്ട്. പക്ഷെ പോകുന്നത് അത്ര ഇവിടെ കിടക്കുന്നുണ്ട്. അത് കാണാൻ പറ്റും. ആകെ ഫോണിൽ കാണാൻ പറ്റുന്ന വെള്ളത്തിൽ നടക്കുന്ന ഒരാൾ. ഹായ്, ഹലോ, ഹായ്. എന്ത് മനുഷ്യൻ? സിറ്റി മോളിൽ ഫയർ വർക്സ് കാണാൻ വന്നതാണ്. നോക്കൂ, റോഡിൽ മൊത്തം വണ്ടി ഇട്ടിട്ടിരിക്കുക കേട്ടോ. വണ്ടി ഇട്ടിട്ട് എല്ലാവരും, നമ്മളും ഇവിടെ ഫയർ വർക്സ് കാണാൻ വന്ന് നിൽക്കുകയാണ്. ഇപ്പം എത്രയായി? 9:21 11 മിനിറ്റ് കഴിഞ്ഞു. ഇതുവരെ പൊട്ടിയിട്ടില്ല കേട്ടോ. മിക്കവാറും 9:30 കഴിഞ്ഞു. നോക്കൂ ഗൈസ്, ഫയർ വർക്ക് കാണുമെന്ന ആൾക്കാർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വർക്കാണിത്. ഫയർ വർക്ക് അതിലല്ല, ഇതെങ്കിലും കാണാന്. എന്താണ് താങ്കൾക്ക് ഇതിനെ പറ്റി പറയാനുള്ളത്? നോക്കൂ ഗൈസ്, ചോദ്യം വന്നില്ല, ഒരു തീയും വന്നില്ല. 9:36 ഇതുവരെ ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. എന്തായാലും
പോവാട്ടോ, ഓടിച്ചാടി പോവാനും. നമുക്കും പോകാം. ഇങ്ങനെയാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഡേ നമ്മളിവിടെ ഇറാഖി റെസ്റ്റോറൻറ്റിൽ ഇറാഖി ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്തു, വീട് വൃത്തിയാക്കി കിടന്നുറങ്ങി അല്ലേ. ഇനി നമ്മളെവിടേക്കോ പോകണമെന്ന് വിചാരിച്ച് നടന്നില്ല. വീട് വൃത്തിയാക്കിയ കുറച്ച് കള്ളം പറയുന്നു, നിങ്ങളെ പറ്റിക്കുകയാണ്. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് കുറച്ച് വീഡിയോ കണ്ട് കൊതിപ്പിച്ച് ഒരു ടീം എൻ്റെ വീഡിയോ കണ്ടപ്പോൾ അത് കെബാബ് ഇറാഖി ലാമ്പ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതിൻ്റെ ഫോട്ടോ ഒന്ന് കാണിച്ചു കൊടുക്കൂ. ഈ കെബാബ് ഇറാഖി ലാമ്പ് ഓർഡർ ചെയ്തേക്കുന്നത്. ഇതും മാത്രമല്ല ഒരു അസമത്ത് ഓർഡർ ചെയ്തിട്ടുണ്ടോ? ഭാഗ്യം. ഇതൊക്കെ ആര് തിന്നേനെ. ഇത് നോക്കൂ. സോ നമ്മളുടെ വ്ലോഗ് തീർന്നു. ഇനി എന്തെങ്കിലും അവധി കിട്ടുമ്പോൾ വ്ലോഗ് എടുക്കുന്നതായിരിക്കും. പക്ഷെ ഇപ്പം വയറോട് നിറഞ്ഞ കുട്ടി, ആട്ടുംകുട്ടി, ആട്ടിന്റെ ലാമ്പ് പറഞ്ഞിട്ട് പോ. ഞങ്ങൾ കഴിച്ച് വയറ് നിറഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. വീട്ടിൽ പോയിട്ട് എന്റെ തലയുടെ പകുതിയെ കാണിക്കുന്നു. സോ എന്നെ അപ്പോൾ ഇത്രേ കാണത്തുള്ളൂ. നമ്മളുടെ വ്ലോഗ് തീർന്നു.